സ്ലോവനിക്കെതിരെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഒരു വിജയം നേടിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ. വാട്ട് എ മാച്ച്, ഒന്നും പറയാനില്ല. ഒരു ഇമോഷണലായിട്ടുള്ള മാച്ചായിരുന്നു. റൊണാൾഡോ ഒരു പെനാൽറ്റി എക്സ്ട്രാ ടൈമിൽ മിസ്സാക്കുകയും ചെയ്തു. അങ്ങനെ ഷൂട്ടൗട്ടിലേക്ക് പോയി കളി. അവിടെ ഡിയാഗോ കോസ്റ്റൻ്റെ മാജിക്, ബ്രില്യൻസ്, അതായിരുന്നു നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. ഫസ്റ്റ് ഹാഫിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സ്ലോവാനിയ കിടിലൻ ഡിഫെൻഡിങ് ആയിരുന്നു. അണ്ണനെ പോക്കറ്റിട്ട് നടക്കായിരുന്നു ആ മൊട്ടച്ചങ്ങായി. ഒരു രക്ഷയില്ലാത്ത ഡിഫെൻഡിങ് ആയിരുന്നു. ഭയങ്കര ഫിസിക്കലായിട്ടുള്ള കളിയാണ് ഈ ഒരു മാച്ചിൽ മൊത്തം പുറത്തെടുത്തത്. ആകെ ഫസ്റ്റ് ഹാഫിൽ പറയാൻ പറ്റിയൊരു ചാൻസ് ബെർണാർഡോ സിൽവയുടെ ഒരു ക്രോസാണ്. ആ ഒരു ക്രോസ് ഇട്ടതിന് ശേഷം പിന്നെ ബെർണാർഡോ സിൽവനെ കളിയിൽ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ആയിരുന്നു ബ്രൂണോയും ഈ മാച്ചിൽ ഷോവും പെർഫോമൻസ് ആയിരുന്നു. ഒരു ചാൻസ് പോലും ബ്രൂണോക്ക് മര്യാദയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സെക്കൻഡ് ഹാഫിലും റൊണാൾഡോക്ക് ഒരു ചാൻസ് കിട്ടി. ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ആളുടെ ആ ഒരു അറ്റംപ്റ്റ് ഒബ്ലക്ക് സേവ് ചെയ്തു. അങ്ങനെ കളി എക്സ്ട്രാ ടൈമിലേക്ക് പോയി. എക്സ്ട്രാ ടൈമിലും അണ്ണനൊരു പെനാൽറ്റി കിട്ടി. ആ ഒരു പെനാൽറ്റി സേവ് ചെയ്തു ഒബ്ലക്ക്. റൊണാൾഡോ എന്താ പറയുക, വളരെ ഇമോഷണലായി. ആ ഒരു പെനാൽറ്റി മിസ്സാക്കിയതിന് ശേഷം അണ്ണൻ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് അവസാനത്തെ മിനിറ്റിൽ പെപ്പയുടെ ഒരു മിസ്റ്റേക്ക് അവിടെ തീർന്നു എന്ന് വിചാരിച്ചാൽ പോർച്ചുഗലിൻ്റെ ഈ ഒരു യൂറോ കപ്പിലെ ഹോപ്പ് അവിടെ തീർന്നു വിചാരിച്ചാണ്. പക്ഷെ അത് ഡിയാഗോ കോസ്റ്റ സേവ് ചെയ്തു. സെസ്കോക്ക് കിട്ടിയ ചാൻസ്. അതിനുശേഷം ഡിയാഗോ കോസ്റ്റയുടെ ഒരു ബ്രില്യൻസ് ആണ് നമുക്ക് കാണാൻ പറ്റിയത്. ഷൂട്ടൗട്ടിൽ 3 പെനാൽറ്റി അടുപ്പിച്ച ആൾ സേവ് ചെയ്തു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഷൂട്ടൗട്ടിലെടുത്ത ആ ഒരു പെനാൽറ്റി ആൾ ഗോളാക്കി മാറ്റുകയും ചെയ്തു. ബെർണാർഡോ സിൽവ അടിച്ചതും ഗോളായി, ബ്രൂണോ അടിച്ച പെനാൽറ്റിയും ഗോളായി. അങ്ങനെ പോർച്ചുഗൽ അടുത്ത റൗണ്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ആണ് പോർച്ചുഗലിൻ്റെ ഓപ്പണൻറ്റ്. എന്താവുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു കളിയൊക്കെ വെച്ച് പോവുകയാണെങ്കിൽ ഫ്രാൻസ് അടിച്ചണ്ണാക്കി തരും തന്നെ പറയാം. അമ്മാതിരി ഷോവും കളിയാണ് പോർച്ചുഗൽ. ഒന്നും പറയാനില്ല. കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീണ്ടെത്താം.